ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആത്മീയവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ ഏടുകളിൽ സുപ്രധാനമായ ഒരു കാൽവെപ്പിന് തുടക്കമാവുകയാണ്. ന്യൂഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗൗതമ ബുദ്ധന്റെ പരിശുദ്ധ തിരുശേഷിപ്പുകൾ റഷ്യയിൽ കാൽമിക്കിയ റിപ്പബ്ലിക്കിലേക്ക് യാത്രയായി. ഈ തിരുശേഷിപ്പുകളുടെ പ്രദർശനം ഒക്ടോബർ 11 മുതൽ 18 വരെ തലസ്ഥാനമായ എലിസ്റ്റയിൽ സംഘടിപ്പിക്കും. ബുദ്ധ ഭഗവാന്റെ തിരുശേഷിപ്പുകളുടെ പ്രദർശനം ആദ്യമായാണ് റഷ്യൻ റിപ്പബ്ലിക്കിൽ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 11 മുതിർന്ന ബൗദ്ധ സന്യാസിമാർ പങ്കെടുക്കുന്ന പ്രതിനിധി സംഘം അവശിഷ്ടങ്ങളോടൊപ്പം യാത്ര തിരിച്ചു. അവർ അവിടുത്തെ ബുദ്ധമത വിശ്വാസികളെയും പ്രാദേശിക രക്തരെയും കാണുകയും മതചടങ്ങുകൾ നടത്തുകയും ചെയ്യും. ഗേദൻ ഷഡം ചോയ്കോളിംഗ് മഠത്തിൽ, അതായത് ഗോൾഡൻ അബോർഡ് ഓഫ് ശാക്യമുനി ബുദ്ധ എന്നറിയപ്പെടുന്ന മഠത്തിലാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. പ്രതിനിധി സംഘത്തെ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയാണ് നയിക്കുന്നത്. സാക്യ പാരമ്പര്യത്തിലെ 43-ാം സാക്യ ത്രിസൻ റിംപോച്ചയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് മറ്റു ചടങ്ങുകൾ നടക്കുക. ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം, ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷൻ, നാഷണൽ മ്യൂസിയം, ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദ ആർട്സ് എന്നിവ ചേർന്നാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. യൂറോപ്പിലെ ഏക മഹായാന ബൗദ്ധ ജനവിഭാഗം വസിക്കുന്ന പ്രദേശമാണ് കാൽമിക്കിയ. ഭഗവാൻ ബുദ്ധന്റെ തിരുശേഷിപ്പുകൾ മതപരമായ നിഷ്ഠയോടെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് കൊണ്ടുപോകുന്നത്. മുൻപ് ഭഗവാൻ ബുദ്ധന്റെ തിരുശേഷിപ്പുകൾ മംഗോളിയ, തായ്ലൻഡ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലും പ്രദർശിപ്പിച്ചിരുന്നു. കാൽമിക്കിയയിലെ ഈ പ്രദർശനം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആത്മീയവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതീകമായി മാറുകയാണ്.